ഇതൊരു ജനവിധിയാണല്ലോ. ആ ജനവിധി പൂർണ്ണമായും ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിക്കുന്ന മനസ്സാണ് എൻ്റേത്. ആ ജനവിധിയെ നമ്മൾ നോക്കിക്കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടുന്നത് വരാനിരിക്കുന്ന കാലങ്ങളിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ മുഖത്ത് നിൽക്കുമ്പോൾ ഒരു നിലപാടിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഇവിടെ രാഷ്ട്രീയമായ നിലപാടുകളുണ്ട്. ആ രാഷ്ട്രീയമായ നിലപാടിൻ്റെ വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. NDA മുന്നണിയും ഈ മഹാവികാസ് അഘാടി ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള മത്സരത്തിൽ രാഷ്ട്രീയ നിലപാടെടുത്ത് നിൽക്കുന്നതാണ് ശ്രീ ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP. ആ നിലപാടിന് മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കേണ്ടുന്നതാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമായി എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. നിലപാടുകൾ എടുത്തിരിക്കുന്ന നിലപാട് എന്തൊക്കെയാണ്? അത് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും തുടങ്ങിയിട്ടുള്ള നിലപാടുകളാണ്. ആ നിലപാട് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് കാലം തെളിയിക്കുന്നതെങ്കിൽ ആ നിലപാടിനെക്കുറിച്ച് മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കൂ. അതല്ലാതെ ആ നിലപാടുകൾക്കും ആ ആശയങ്ങൾക്കും ആ തത്വങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഒരു വ്യതിയാനമാണെങ്കിൽ അതിനെ തിരസ്കരിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുക എന്നത് പക്വതയുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുന്നതല്ലല്ലോ. ഞാനിപ്പോൾ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിലെ ജനവിധി പരിപൂർണമായും അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ആ ജനവിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശയങ്ങളോടുള്ള രാഷ്ട്രീയപരമായ പോരാട്ടത്തിന് NCP ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ പടപൊരുതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആ പോരാട്ടം തുടരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പോരാട്ടത്തിൽ ഇപ്പോൾ ഏറ്റിട്ടുള്ള പരാജയം ജനങ്ങളുടെ വിധിയാണെന്ന് മനസ്സിലാക്കുവാനുള്ള വിശാലത അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ജനവിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ജയിച്ച ആളുകൾക്കെല്ലാം അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ബാബു, അങ്ങിലേക്ക് മടങ്ങിയെത്താം. ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്ത, പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു. 20,288 ഇപ്പോൾ ലഭിക്കുന്ന ഭൂരിപക്ഷ സൂചന. കഴിഞ്ഞ വർഷം ഷാഫി പറമ്പിൽ നേടിയതിന്റെ 10 മടങ്ങ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രതിനിധി ഇപ്പോൾ ചർച്ചയിലില്ല, UDFന്റെ ആരും ഇപ്പോൾ ചർച്ചയിലില്ല, പിന്നാലെ പ്രതീക്ഷിക്കുന്നു. ശ്രീ സുരേഷ് ബാബു, അങ്ങയുടെ ഒരു ചോദ്യം. അല്പം മുമ്പ് SDPIയുടെ ഒരു കാർഡ് ഇറങ്ങി, വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്. തങ്ങൾ ഉദ്ദേശിച്ചത് നടന്നു എന്ന്. ഒരു കൺസോളിഡേഷൻ, വളരെ കൃത്യമായ ഒരു വർഗീയ വോട്ട് ധ്രുവീകരണം. വീട് കയറിയിറങ്ങി SDPI ജമാഅത്ത് പ്രവർത്തകർ പ്രചാരണം നടത്തി എന്ന ആരോപണം മാത്രമായിരുന്നില്ല. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിലായി BJP നേടുന്ന വോട്ടിൽ ക്രമാനുഗതമായ വർധന ചൂണ്ടിക്കാട്ടി കണക്കുകൾ നിരത്തി നമ്മൾ ഉണരണം, പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തിട്ടുള്ള നോട്ടീസ് ആയിരുന്നു അത്. പള്ളികൾ തോറുമാണ് നോട്ടീസ് വിതരണം ചെയ്തത്. ശ്രീ സുരേഷ് ബാബു, അങ്ങ് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം പറഞ്ഞു. ഇതാണോ മതേതരത്വം? ഇങ്ങനെയാണോ വോട്ട് പിടിക്കേണ്ടത്? ഇതിന്റെ വിജയമാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം? ശ്രീ സുരേഷ് ബാബു, ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ ശക്തനല്ല. ഞാൻ ഈ പറയുന്ന താങ്കൾ ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയ സമീപനത്തിൻ്റെ വക്താവാണ്. ജനാധിപത്യ, സോഷ്യലിസം, മതേതരത്വമൊക്കെ പറഞ്ഞത് SDPIക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ പാടില്ലെന്ന് തന്നെ ഉച്ചത്തിൽ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ജനാധിപത്യ സഖ്യകളിൽ ഒരിക്കലും തന്നെ SDPIക്കോ ജമാഅത്തെ ഇസ്ലാമിനോ പ്രാമുഖ്യമുണ്ടാവരുത്. അവർ ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ മൂർത്തീകരിച്ച വർഗീയതയുടെ പ്രതീകങ്ങളാണ്. ആ വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കാൻ ഭൂരിപക്ഷ വർഗീയത കൊണ്ട് കഴിയില്ലെന്നും അത് ജനാധിപത്യപരമായ സോഷ്യലിസ്റ്റ് സമീപനമുള്ള സെക്യുലർ സ്വഭാവം കൊണ്ടേ കഴിയൂ എന്നും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രവർത്തകനാണ്. പക്ഷേ BJP ആണെങ്കിൽ അതിനെ ഭൂരിപക്ഷ വർഗീയത കൊണ്ട് നേരിടണം എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. പക്ഷേ ഈ ന്യൂനപക്ഷ വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന രാഷ്ട്രീയ സംഹിതയിൽ യാതൊരു കളങ്കവുമില്ല, യാതൊരു ചാഞ്ചാട്യവുമില്ല. അത് തോൽപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് മതേതരത്വം കൊണ്ട് തോൽപ്പിക്കണം എന്ന് വിചാരിക്കുകയും അതൊരു ഭൂരിപക്ഷ വർഗീയത കൊണ്ട് തോൽപ്പിക്കണം എന്ന് വിചാരിക്കുകയും തമ്മിലുള്ള രണ്ട് വിചാരധാരകൾ തമ്മിലുള്ള
ഒരു അഭിപ്രായ വ്യത്യാസമാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇത് പരാജയപ്പെടുത്തണം. ഈ ചെയ്തിട്ടുള്ള ഈ വിജയം കോൺഗ്രസിനോ ഐക്യജനാധിപത്യ മുന്നണിക്കോ ഒരു ഭൂഷണമല്ല. ആ വിജയത്തിൻ്റെ മറ്റൊരു സംഗതിയാണ് വടകരയിൽ കണ്ടത്. അത് പ്രയോഗിച്ച് വിജയിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിനെ ബോധവൽക്കരിക്കുക എന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയും പ്രസ്ഥാനവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ മുന്നോട്ടുണ്ടാകും എന്ന് പ്രേക്ഷക സമൂഹത്തിനോട് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ സുരേഷ് ബാബു, അങ്ങയോട് എനിക്ക് തികഞ്ഞ ബഹുമാനമാണ്. കാരണം അങ്ങ് കോൺഗ്രസ് പക്ഷത്ത് നിന്ന് കോൺഗ്രസിന് വേണ്ടി ഇത്തരം ചർച്ചകളിൽ ഇത്തരം വേദികളിൽ വന്ന് വളരെ ശക്തമായി കോൺഗ്രസിന്റെ നിലപാട് ഉറച്ചു പറഞ്ഞിരുന്നയാളാണ്. അങ്ങ് കോൺഗ്രസ് വിട്ടുപോയത് കസേര മോഹിച്ചല്ല എന്ന് ഈ നാട്ടിലെ ഒരുവിധം എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, ജനങ്ങൾക്കറിയാം. അങ്ങ് നിലപാടിന്റെ പേരിൽ കോൺഗ്രസ് വിട്ടയാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്ന വാക്കുകൾ മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കി. വോട്ടിന് വേണ്ടി, സീറ്റിന് വേണ്ടി ഏതറ്റം വരെയും പോകാം, ആരെയും കൂട്ടുപിടിക്കാം എന്നുള്ള ആ തന്ത്രം കോൺഗ്രസ് പയറ്റുന്നു, UDF പയറ്റുന്നു. നഗ്നമായി പരസ്യമായി വോട്ട് തേടുന്നു. BJPക്ക് ജയിച്ച വോട്ടുകൾ, BJP നേടിയ വോട്ടുകൾ ഇതാ ക്രമാനുഗതമായി വർദ്ധിക്കുന്നു. അത് നമുക്ക് തടയണം. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് പള്ളികൾ തോറും കയറിയിറങ്ങി, വീടുകളിൽ മുസ്ലിം സഹോദരന്മാരുടെ വീടുകൾ കയറിയിറങ്ങി ശക്തമായ പ്രചാരണം നടത്തി വോട്ട് ധ്രുവീകരിക്കുന്നു. ഓർക്കണം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എല്ലാവർക്കും സ്വീകാര്യനായിരുന്നില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷമാണ് ഈ സരിൻ പാർട്ടി വിടുന്നത്. അതിൽ പ്രതിഷേധിച്ച് ഷാഫി പറമ്പിലിനും VD സതീശനുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി വിടുന്നു, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, ഈ സമീപനം ശരിയല്ല എന്ന് അങ്ങ് പറയുമ്പോൾ ഇത് അങ്ങ് ഇടതുമുന്നണി യോഗത്തിലും പറയുമോ, ഇടതുമുന്നണി സർക്കാരിനോടും പറയുമോ? സമീപകാല ചില സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം. ശ്രീ സുരേഷ് ബാബു, പറയുമോ എന്ന് ചോദിച്ചാൽ പറയേണ്ടതാണ്, അല്ലെങ്കിൽ അവതരിപ്പിക്കേണ്ടതാണ്, അവിടെ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതാണ് എൻ്റെ വസ്തുത. പക്ഷേ പറയാൻ ചുമതലപ്പെടുത്തേണ്ടുന്ന അവസരങ്ങളിൽ ആ അവസരത്തിൽ അതിൽ പെടുന്ന ഒരാളായി ഞാൻ മാറുന്നു എങ്കിൽ അത് തീർച്ചയായും എൻ്റെ ഭാഗത്ത് ഇത്തരം വിമർശനങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളോ ഉണ്ടാകും. കാരണം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയം പോകേണ്ടുന്നത് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടല്ല, മറിച്ച് ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അത് വരേണ്ടത്. അതിലൊരു ഭൂരിപക്ഷ സമൂഹത്തിൽ ഒരു സമൂഹം പെട്ടുപോയി എന്നതുകൊണ്ട് അതൊരു ഭൂരിപക്ഷ വർഗീയതയായി ചിത്രീകരിക്കുന്ന സമീപനവും ശരിയല്ല എന്ന് വ്യക്തമായ രാഷ്ട്രീയ അഭിപ്രായം സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, ആ വർഗീയ രാഷ്ട്രീയ സമീപനത്തെ, ജമായത്തെയും SDPയെയും കാണിക്കുന്ന വർഗീയ രാഷ്ട്രീയ സമീപനത്തെ ചെറുത്ത് തോൽപ്പിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴെടുത്തിട്ടുള്ള പരീക്ഷണങ്ങൾ പൂർണ്ണമായും ജയിക്കുന്നില്ല എന്ന് യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്നൊരു പ്രവർത്തകൻ എന്ന നിലയിൽ അതിൽ മാറ്റം വരുത്തി ഏത് രൂപത്തിൽ അതിനെ തടയണം, അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. അതിന് ഇനിയൊരു സ്ലാഗ്നസ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം അത് ഉണ്ടാക്കുന്ന വിപത്ത്. പക്ഷേ അതിലൊരു വിരോധാഭാസം ഉണ്ടല്ലോ. അങ്ങ് മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ താങ്കളുടെ പാർട്ടി ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് സഖ്യം അവിടെ മത്സരിക്കുമ്പോൾ ഉലമാ ബോർഡ് പോലെയുള്ള സംഘടനകൾ പിന്തുണയായി എത്തുന്നു, അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്നു, മതാടിസ്ഥാനത്തിലുള്ള സംവരണം വേണമെന്ന ആവശ്യം അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു വിരോധാഭാസം കൂടി അതിൽ ഉണ്ടല്ലോ. ആ രാഷ്ട്രീയ സഖ്യത്തിനെ കുറിച്ച് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ ഒരു ബലാബലങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പേ കണ്ടത്. ഇപ്പോഴത് വളരെ വ്യത്യസ്തമായി മാറി. നേരത്തെ മുതലേ ശ്രീ ഫട്നാഫീസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് താഴെ പോയതും പിന്നീട് ഗവൺമെൻറ് വന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ശ്രീ യുവരാജ് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയത്തിന്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കുറച്ചുകൂടി വേരോട്ടമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു ഭാഗം ശ്രമിക്കുമ്പോൾ തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമം
അത് നഷ്ടപ്പെടുത്തി തിരികെ പിടിക്കണമെന്നുള്ളൊരു ശ്രമവുമായി അതിനെ താൽക്കാലികമായ ഒരു പ്രതിഭാസമായി കണ്ടാൽ മതി. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന കാര്യമില്ല. ആ രാഷ്ട്രീയ സഖ്യത്തിന് അതിദയനീയമായ വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റ് രാഷ്ട്രീയ സഖ്യത്തിന് അഭൂതപൂർവമായ വിജയവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് പൊതുവെ നിരീക്ഷിക്കാൻ കഴിയുന്നത്. ആ നിരീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടി തൽക്കാലം എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം. ഏതായാലും അങ്ങ് ചൂണ്ടിക്കാണിച്ച വിഷയം ഉന്നതമായ സമിതികളിൽ ആ കാര്യത്തിൽ എന്തുകൊണ്ട് ആ ഒരു സമീപനം ഉണ്ടായി എന്ന കാര്യം അന്വേഷിക്കുകയും യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന സമീപനത്തിൽ സീറ്റിനു വേണ്ടി ജയത്തിനു വേണ്ടി വെള്ളം ചേർക്കുന്ന സമീപനത്തിൽ നിന്നും മാറ്റം വരുത്തിയാൽ മാത്രമേ അത് ആ പാർട്ടിയെ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ, രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമവും ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, അങ്ങനെയെങ്കിൽ കേരളത്തിലെ NCP ഘടകത്തിന് എന്തെങ്കിലും മനംമാറ്റം ഉണ്ടാകുമോ? ശരത് പവാറിൽ നിന്ന് അജിത് പവാറിലേക്കുള്ള ദൂരം അതിവിദൂരമല്ല എന്ന് ഈ ഘട്ടത്തിലെങ്കിലും പറയാൻ സാധിക്കുമോ? അത് ഒരിക്കലും ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. ഞങ്ങൾ അതിന് അജിത് പവാറിൻ്റെ ഘടനയും ഒക്കെ ഒരു പാർട്ടി പിളർത്തിപ്പോയി. ആ പിളർത്തിപ്പോയതിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇപ്പോഴെടുത്തിരിക്കുന്ന ഒരു നിലപാട്, ആ നിലപാടിനോട് നമുക്ക് യോജിപ്പില്ലല്ലോ. അജിത് പവാർ എടുത്തിരിക്കുന്ന നിലപാടിനോട് കേരളത്തിലെ ഒരു NCP ഘടകത്തിനും യോജിപ്പില്ല. ആ യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര സുഖകരമായിരിക്കില്ല, അങ്ങോട്ടേക്കുള്ള യാത്ര ഉണ്ടാവുകയുമില്ല.